നമസ്കാരം. വ്യാജ ചുമ സിറപ്പ് ഉപയോഗത്തെ തുടർന്ന് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 11 കുട്ടികൾ മരിച്ചു. സംഭവത്തെ തുടർന്ന് 1400-ലധികം പേർ നിരീക്ഷണത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. രണ്ടാഴ്ചക്കിടെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ 9 കുട്ടികളും രാജസ്ഥാനിലെ ഭരത്പൂർ, സിക്കാർ ജില്ലകളിൽ 2 കുട്ടികളുമാണ് മരിച്ചത്. നിരവധി കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. കുട്ടികളുടെ കിഡ്നികൾ തകരാറായതാണ് മരണകാരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ആശുപത്രി നടയിലേക്ക് പാഞ്ഞെത്തിയ ആംബുലൻസിൽ മുഴുവൻ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. തണുത്തു മരവിച്ച അവസ്ഥയിൽ കുറെ ശരീരങ്ങൾ കണ്ട് അമ്മമാർ കരഞ്ഞു വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാനിലെ ഭരത്പൂർ, സിക്കാർ ജില്ലകളിൽ ചുമയുടെ സിറപ്പ് കഴിച്ചതിന് ശേഷം കുട്ടികളിൽ ഛർദിയും മയക്കവും അസ്വസ്ഥതകളും തലകറക്കവും അബോധാവസ്ഥ തുടങ്ങിയ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതിനെ തുടർന്ന് ഭരത്പൂർ ജില്ലയിൽ ഉടനീളം ഈ മരുന്ന് വിതരണം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. വ്യാജമരുന്ന് ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും ദുരന്ത ഫലമാണ് ഈ സംഭവമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വ്യാജമരുന്നുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്.